ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം കേട്ടുപരിചയമുള്ള വേർഡാണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ എല്ലാം രക്ഷിതാക്കൾ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരാണ്. സോ വളരെ മനോഹരമായ രീതിയിൽ, വളരെ രസകരമായ രീതിയിൽ പഠിക്കുവാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇൻകം ടാക്സ്. സോ ഞാൻ അധികമൊന്നും പറയുന്നില്ല, ഞാൻ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ടാക്സ് എന്ന് പറഞ്ഞാൽ. So tax is a compulsory payment by the citizen to the government to meet the public expenditure. Simply, tax means it's a compulsory payment by the citizen to the government to meet the public expenditure. നമുക്കറിയാം, എല്ലാ രാജ്യങ്ങളിലും ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കും. ഗവൺമെൻറ് പ്രധാനമായിട്ടുള്ള റോൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സേവനങ്ങളും ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. സോ അതിനു വേണ്ടി ഗവൺമെൻറ്റിന് ഒരു റവന്യൂ ആവശ്യമുണ്ട്. സോ ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള സോഴ്സാണ് നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ടാക്സ് മീൻസ് ഇസ് എ കമ്പൽസറി പേയ്മെൻറ്റ് ബൈ ദി സിറ്റിസൺ ടു ദി ഗവൺമെൻറ് ടു മീറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക്കിൻ്റെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിലുള്ള ഓരോ സിറ്റിസണും കമ്പൽസറി ആയിട്ട് പേ ചെയ്യേണ്ട ഒരു എമൗണ്ട് ഓഫ് മണീനെയാണ് എന്തെന്ന് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ് ദാറ്റ് ആർ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ദ ഡയറക്റ്റ് ടാക്സ് മീൻസ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ആള് ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്ന ടാക്സിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുന്ന ആൾക്ക് ആളുടെ ടാക്സ് ലയബിലിറ്റി വേറൊരു പേഴ്സണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനായി സാധിക്കുന്നതല്ല. ഇറ്റ് കനോട്ട് ബി ട്രാൻസ്ഫർ ടു അനദർ പേഴ്സൺ. സോ ഡയറക്റ്റ് ടാക്സ് മീൻസ് എ പേഴ്സൺ ഡയറക്ട്ലി പേ ടു ദ amount of money to government and it cannot be shift to another person. Okay, then direct taxകൾ തന്നെ പലതരത്തിലുണ്ട്. അവയെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ചെറിയൊരു കോഡ് നിങ്ങൾക്ക് എഴുതി തരികയാണ്. അപ്പോൾ എല്ലാവരും ഈ കോഡൊന്ന് ഓർമ്മിക്കുക. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സിൻ്റെ ഉള്ളിൽ അണ്ടറിൽ വരുമ്പോൾ ഏതൊക്കെ ടാക്സുകളാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരെണ്ണം ഓർത്ത് വയ്ക്കുക. കൗ ഈസ് ഗ്രേറ്റ് എന്ന് പറയുന്നൊരു വേർഡ് നമ്മളെ മനസ്സിലുണ്ടാവുക. എന്നിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. സി ഒ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ്. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. സി ഒ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ്, ആൻഡ് ഡബ്ല്യു വെൽത്ത് ടാക്സ്, ആൻഡ് ഐ ഇസ് ഈക്വൽ ടു ഇൻകം ടാക്സ്, ആൻഡ് എസ് ഇസ് ഈക്വൽ ടു securities transaction tax, then G is equal to gift tax, and RE means registration tax and revenue tax. ആൻഡ് RE എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്, രജിസ്ട്രേഷൻ ടാക്സും അതുപോലെ തന്നെ റവന്യൂ ടാക്സും. ദെൻ T is equal to transaction tax. അപ്പോൾ നമ്മൾ ഈ ഒരു കോഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെയധികം എളുപ്പത്തിൽ തന്നെ ഏതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യനിലെ എക്സാമിന് ചോദിക്കുകയാണ്, വൺ വേർഡ് ആയിട്ട് ചോദിക്കുകയാണ്, ഡയറക്റ്റ് ഇതിൽ ഏതാണ് 4 ഓപ്ഷൻ തന്നിട്ട് ഏതാണ് ഡയറക്റ്റ് ടാക്സ്, ഏതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമ്മൾക്ക് ആലോചിച്ച് വയ്ക്കുക, കൗ ഈസ് ഗ്രേറ്റ് എന്ന് എഴുതി വയ്ക്കുക. അതിൽ CO എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ്, W എന്ന് പറഞ്ഞാൽ വെൽത്ത് ടാക്സ്, ആൻഡ് I ഇസ് ഈക്വൽ ടു ഇൻകം ടാക്സ്, S മീൻസ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, ആൻഡ് G മീൻസ് ഗിഫ്റ്റ് ടാക്സ്, ആൻഡ് RE എന്ന് പറയുമ്പോൾ അതിൽ തന്നെ രണ്ടെണ്ണാക്കി നമുക്ക് വെക്കാം. ഒന്ന് റവന്യൂ ടാക്സും ആക്കാം, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ടാക്സും ആക്കാം. ദെൻ അതുപോലെ തന്നെ T എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ടാക്സ്. ഓക്കെ, tax are classified into 2 types, and direct tax and indirect tax. And direct tax means when a person directly pay to the some amount of money to government and it cannot be shift or transferred to another person. Okay, clear? The another classification of tax is indirect tax.
ദ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേഴ്സൺ, അതായത് ടാക്സ് അടയ്ക്കേണ്ട ആള് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നില്ല. അങ്ങനത്തെ ടൈപ്സ് ഓഫ് ടാക്സിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് ഗവൺമെന്റിലേക്ക് ദ പേഴ്സൺ ആർ പേ സം എമൗണ്ട് ഓഫ് ടാക്സ് എമൗണ്ട് ഇൻഡയറക്ട്ലി ടു ഗവൺമെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡയറക്റ്റ് ടാക്സ്. ആൻഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഇൻഡയറക്റ്റ് ടാക്സിൽ നമുക്ക് ഈ ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, വേറെ ആൾക്കാരിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഡയറക്റ്റ് ടാക്സിൽ cannot be shift or transfer to another person. Then indirect taxil can be transfer or shift to another person. Okay, clear? Then indirect taxന്റെ അണ്ടറിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ടാക്സുകളാണ് ശ്രദ്ധിക്കുക. അതിനൊരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ പ്ലീസ് എന്ന് പറയുന്ന കോഡ് പഠിക്കാം. എന്താണ് എക്സ്ക്യൂസ് മീ പ്ലീസ്? ദെൻ അതിനെ എന്ത് ചെയ്യുക, നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇ എക്സ് ഇസ് ഈക്വൽ ടു എക്സൈസ് ഡ്യൂട്ടി. ദെൻ സി യു ഇസ് ഈക്വൽ ടു കസ്റ്റംസ് ഡ്യൂട്ടി. എസ് ഇസ് ഈക്വൽ ടു സെയിൽസ് ടാക്സ്. ഇ മീൻസ് entertainment tax and M market tax. and market taxil include ചെയ്തിട്ടുള്ളതാണ് GST and VAT. മാർക്കറ്റ് ടാക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് GST and VAT. GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, VAT എന്ന് പറഞ്ഞാൽ വാല്യൂ ആഡഡ് ടാക്സ്. ദെൻ നെക്സ്റ്റ് പ്ലീസ് എന്ന് പറയുന്ന വേർഡിൽ പി എടുക്കുക, അതാണ് പാസഞ്ചർ ടാക്സ്. ദെൻ ഇവിടെ ഒരു ഇ വിട്ടുപോയി. ഈ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ടാക്സ്. സോ ഇൻഡയറക്റ്റ് ടാക്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്നും കൂടി ഐ റിപ്പീറ്റ്. ദെൻ ഇ എക്സ് മീൻസ് എക്സൈസ് ഡ്യൂട്ടി, സി യു മീൻസ് കസ്റ്റംസ് ഡ്യൂട്ടി, എസ് മീൻസ് സെയിൽസ് ടാക്സ്, E is equal to entertainment tax, then M is equal to market tax. It include GST, goods service tax, and VAT, value added tax. Then please, P is equal to passenger tax. So this is the classification of tax. I repeat, the tax are classified into two types. What do you mean by tax? Tax is a compulsory payment by a citizen to the government to meet the public expenditure. And tax classified into direct tax and indirect tax. Direct tax cannot be shifted to other person, and indirect tax can be shifted or transferred to another person. Okay, then two code എല്ലാവരും ഓർത്ത് വെക്കുക. ഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ് cow is great. Then indirect taxil വരുന്നതാണ് excuse me please. Okay, this is the classification of tax. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് the history of income tax in India. എങ്ങനെയാണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് വന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ് നമ്മൾ അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷോർട്ടാക്കിയിട്ട് ഈ കാര്യങ്ങളെല്ലാതും നല്ല രീതിയിൽ തന്നെ എഴുതിയെടുത്ത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ആദ്യമായി ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ രാജ്യക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. സോ ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ആദ്യമായി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് നമ്മുടെ പോർച്ചുഗീസുകാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡച്ചുകാർ വന്നു. പിന്നെ 1800s ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്ത് ചെയ്തു, ആധിപത്യം സ്ഥാപിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ദെൻ അങ്ങനെ 1857 ആയപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുള്ളപ്പോൾ 1857 നമ്മൾ ഫ്രീഡം ഫൈറ്റ്, നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫൈറ്റ് നടത്തി, ഒരു സമരം നമ്മൾ നടത്തുകയുണ്ടായി. അപ്പോൾ അന്ന് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ നേതാവായിരുന്നു നമ്മുടെ സർ ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രീഡം ഫൈറ്റ് കഴിഞ്ഞതോടുകൂടി 1816 സർ ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ആളാണ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പഠിക്കുകയാണ് ആ ഒരു ഫ്രീഡം ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സർ ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ആൾ 1816 ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ദെൻ അത് കഴിഞ്ഞ്
1886 ആയി. അപ്പോൾ നമ്മൾ 1860 ഇൻകം ടാക്സ് ആക്റ്റിൽ കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചു. ആ രീതിയിൽ ജനങ്ങളിൽ നിന്ന് ടാക്സ് പിരിച്ചു തുടങ്ങി. ദെൻ ഓരോ വർഷം കഴിയുമ്പോഴും അതിൽ ധാരാളം ഭേദഗതികൾ, അതായത് അമെൻമെൻറ്റുകൾ എന്ത് ചെയ്തു നടന്നു വന്നു. അങ്ങനെ കുറേ അമെൻമെൻറ്റുകൾ നടന്ന് വന്ന് ദെൻ 1886 ആയപ്പോൾ ഒരു സെപ്പറേറ്റ് ഇൻകം ടാക്സ് ആക്ട് എന്ത് ചെയ്തു, പാസ് ചെയ്തു. എന്താണ് 1886 ആയപ്പോൾ സെപ്പറേറ്റ് ഇൻകം ടാക്സ് ആക്ട് പാസ് ചെയ്തു. ദെൻ ആ 1886 ഇൻകം ടാക്സ് ആക്ട് 1917 വരെ കണ്ടിന്യൂ ചെയ്തു. അതാണ് 1886 ആ ആക്ട് ഏത് വരെ നിന്നു, 1917 വരെ നിലവിൽ നിന്നു. ദെൻ അത് കഴിഞ്ഞ് 1918 ആയപ്പോൾ എന്ത് ചെയ്തു, ഈ സെപ്പറേറ്റ് ഇൻകം ടാക്സ് ആക്ട് ചേഞ്ചായി ന്യൂ ഇൻകം ടാക്സ് ആക്റ്റായി മാറി. കുറേ അമെൻമെൻറ്റുകളൊക്കെ വന്ന് 1918 ആയപ്പോൾ ന്യൂ ഇൻകം ടാക്സ് ആക്ട് എന്ത് ചെയ്തു, പാസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് 1922 ആയപ്പോൾ ഈ 1918 ന്യൂ ഇൻകം ടാക്സ് ആക്ട് റീപ്ലേസ് ചെയ്തു. അത് 1922 ഒരു പുതിയ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നു. ഒരു ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നു. ദെൻ ഈ 1922 ഇൻകം ടാക്സ് ആണ് കുറേയധികം കാലം നിലവിൽ നിന്നത്. പക്ഷേ ഈ 1922 ഇൻകം ടാക്സ് ആക്ടിന് ധാരാളം ഭയങ്കര റിജിഡായിട്ടുള്ള കുറേ കർക്കശമായിട്ടുള്ള കുറേ നിയമങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഈ 1922 ഇൻകം ടാക്സ് ആക്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 1956 ആയപ്പോൾ ഒരു ലോ കമ്മീഷനെ എന്ത് ചെയ്തു, നിയമിച്ചു. അറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947 സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ 1922 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭയങ്കര കർക്കശമായിട്ടുള്ള കുറേ നിയമങ്ങളെല്ലാം ഇൻകം ടാക്സ് ആക്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് 1956 കൂടി ഒരു ലോ കമ്മീഷനെയും അതുപോലെ തന്നെ ഒരു 2 കമ്മീഷനെയാണ് അവർ നിയമിച്ചത്. അതിൽ ഫസ്റ്റത്തെ ലോ കമ്മീഷനും രണ്ടാമത്തത് ഡയറക്റ്റ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റീനെയും നിയമിച്ചു. ആഫ്റ്റർ ഒന്നുകൂടി പറയുകയാണ്, 1922 ഒരു ഇൻകം ടാക്സ് ആക്ട് നമ്മുടെ ബ്രിട്ടീഷുകാരുള്ളപ്പോഴുള്ള ആക്ട് ആയിരുന്നു. അത് കണ്ടിന്യൂ ചെയ്തു വരികയായിരുന്നു. അതിൽ ഭയങ്കര കർക്കശമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. സോ അത് മാറ്റുന്നതിന് വേണ്ടി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1956 ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 2 കമ്മീഷനുകൾ നമ്മൾ നിയോഗിച്ചു. ഫസ്റ്റ് കമ്മീഷനാണ് ലോ കമ്മീഷനും ദെൻ രണ്ടാമത്തെ ഡയറക്റ്റ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റീനെ നമ്മൾ എന്ത് ചെയ്തു, നിയമിച്ചു. ദെൻ ലോ കമ്മീഷൻ 1958 ആയപ്പോൾ ഒരു റിപ്പോർട്ട് എന്ത് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി 1959 ആയപ്പോൾ അവരുടെ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തു. ദെൻ ഈ 2 കമ്മിറ്റിയുടെയും റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ 1961 അസസ്മെൻ്റ് ഇയർ നോക്കുകയാണെങ്കിൽ 1961 1962 ഈ അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പുതിയ ഇൻകം ടാക്സ് ആക്ട് നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ നിലവിലുള്ളത് 1961 ഇൻകം ടാക്സ് ആക്ട്. നമ്മൾ പറയാം ഇൻകം ടാക്സ് ആക്ട് 1961 ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആക്ട്. അതിൽ പിന്നെ ഒരു ചേഞ്ചസ് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. ദെൻ ഈ ആക്ട് 1961 ഇൻകം ടാക്സ് ആക്ട് ഫോഴ്സിലേക്ക് വന്നിട്ടുള്ളത് 1 ഏപ്രിൽ 1962 നോട്ട് ചെയ്ത് വയ്ക്കുക, പ്ലീസ് നോട്ട്. ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് 1961 ആണ്. ഈ ആക്ട് ഫോഴ്സിലേക്ക് വന്നത് 1 ഏപ്രിൽ 1962 അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പുതിയ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 1961 to 1962 ആണ്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടുള്ള ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. നമ്മൾ ആദ്യം വന്നത് 1860 വന്നു, എന്നിട്ട് ഇപ്പോഴത്തെ പുതിയ ഇൻകം ടാക്സ് ആയിട്ട് എത്തി നിൽക്കുന്നത് 1961.
ഇൻകം ടാക്സിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ? അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകളെ പറ്റിയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടേംസുകളെല്ലാം വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്ററുകളിലെ പ്രോബ്ലംസ് നമുക്ക് വളരെ മനോഹരമായി തന്നെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഇത് മനസ്സിലാക്കാം. ഓക്കെ, the first one is assessee. Who is liable to pay tax is known as assessee. ശരിക്കും പറയുകയാണെന്ന് വെച്ചെങ്കിൽ ആരാണോ ടാക്സ് അടയ്ക്കാനായിട്ട് ലയബിൾ ആയിട്ടുള്ളത് ആ ആളെ പറയുന്ന പേരാണ് അസസ്സി. സോ ഇനി എല്ലാ പ്രോബ്ലംസിലും അസസ്സി എന്നുള്ള വേർഡുകൾ നിങ്ങൾ കേൾക്കും. അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം, ഇൻകം ടാക്സ് പേ ചെയ്യുന്നത് ആരാണോ ആ ആളെയാണ് എന്തെന്ന് പറയണത്, അസസ്സി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ രണ്ടാമത്തെ ഡീംഡ് അസസ്സി. വൺ ഈസ് ഡീംഡ് അസസ്സി. When a person who is deemed to be an assessee for some other person is also known as deemed assessee. ശരിക്കും പറയുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ പറഞ്ഞു അസസ്സി എന്ന് പറയുന്ന ആളാണ് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ആളെയാണ് എന്തെന്ന് പേ ചെയ്യുന്ന ആളെയാണ് എന്തെന്ന് പറയണത്, അസസ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ചില സമയങ്ങളിൽ അസസ്സി എന്ത് ചെയ്യാണ്, പെട്ടെന്ന് ആൾ ഡെത്താവാണ്, മരിച്ചു പോവുകയാണെന്ന് വയ്ക്കുക. സോ ആ സമയത്ത് ആ അസസ്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് ടാക്സ് പേ ചെയ്യുന്ന ആളെയാണ് എന്തെന്ന് പറയുന്നത്, ഡീംഡ് അസസ്സി എന്ന് പറയുന്നത്. പെട്ടെന്ന് ടാക്സ് ലയബിലിറ്റി ഉള്ള ആൾ അല്ലെങ്കിൽ നമ്മുടെ അസസ്സി മരിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ടാക്സ് പേ ചെയ്യുന്ന ആളെ പറയുന്നതാണ് ഡീംഡ് അസസ്സി ഒരു കേസ്. ദെൻ രണ്ടാമത്തെ മൈനർ ആയിട്ടുള്ള ഒരാളുടെയോ ലുനാറ്റിക്സ് ആയിട്ടുള്ള ഒരാളുടെയോ അതുപോലെ തന്നെ ഫോറിന് നമ്മുടെ ഇന്ത്യയുടെ പുറത്തുള്ള ഒരാളുടെയോ ഒക്കെ ടാക്സ് നമ്മളുടെ വേറൊരാൾ ആണ് പേ ചെയ്യുന്നതെങ്കിൽ ആ ആളെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഡീംഡ് അസസ്സി എന്ന് പറയുന്നു. ഓക്കെ, മൈനർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഫോറിനേഴ്സ് അവരുടെ ടാക്സ് വേറൊരാൾ റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിയാണ് പേ ചെയ്യുന്നതെങ്കിൽ ആ ആളെ പറയുന്നതാണ് ഡീംഡ് അസസ്സി എന്ന് പറയുന്നത്. അപ്പോൾ അസസ്സി എന്താണെന്നും ഡീംഡ് അസസ്സി എന്താണെന്നും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് അസസ്സി ഇൻ ഡിഫോൾട്ട്. നെക്സ്റ്റ് വൺ ഈസ് അസസ്സി ഇൻ ഡിഫോൾട്ട്. വെൻ എ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ doing any work under the Income Tax Act. When a person who is responsible for doing any work under the Income Tax Act and is failed to do that work, the person is known as assessee in default. Income Tax Act പ്രകാരം അസസ്സി എന്ന് പറയുന്ന ആൾ കറക്റ്റായിട്ട് ഓരോ കൊല്ലവും നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യണം. അപ്പോൾ അതിലെന്തെങ്കിലും ആ ഒരു എന്തുണ്ട് റെസ്പോൺസിബിലിറ്റി നമ്മുടെ അസസ്സിക്ക് ഉണ്ട്. അപ്പോൾ അത് പാലിക്കാതെ അതിലെന്തെങ്കിലും ഫെയിൽ വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആളെ പറയുന്നതാണ് അസസ്സി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഡീംഡ് അസസ്സി നമ്മൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഒരു ഫെയിൽ വരുത്തുകയാണെന്ന് വെച്ചെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, അസസ്സി ഇൻ ഡിഫോൾട്ട് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ ധാരാളം ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സിൻ്റെ എല്ലാം നമ്മളൊരു എംപ്ലോയ്മെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്യണത് എംപ്ലോയർ ആയിരിക്കും, അതായത് നമ്മുടെ പ്രിൻസിപ്പളായിരിക്കും നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടാവുക. ദെൻ ആ പ്രിൻസിപ്പളായിരിക്കും ഇൻകം ടാക്സ് അതോറിറ്റിക്ക് അത് പേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ അതിലെന്തെങ്കിലും ഒരു ആൾക്ക് റെസ്പോൺസിബിൾ ആണ് എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ആ ടാക്സ് പേ ചെയ്യണം എന്നുള്ളത് നമ്മുടെ പ്രിൻസിപ്പളിന് റെസ്പോൺസിബിൾ ആണ്. സോ പ്രിൻസിപ്പിൾ അതിലെന്തെങ്കിലും ഫെയിലിയർ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ആളെയും നമുക്ക് എന്തെന്ന് പറയാം, അസസ്സി ഇൻ ഡിഫോൾട്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അസസ്സി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ. അതിന് മുന്നേ ഞാൻ എന്താണ് പേഴ്സൺ എന്നും കൂടി പറയട്ടെ. ആദ്യം പറയേണ്ടതാണ്, വിട്ടുപോയതാണ്. എന്താണ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ ഇൻക്ലൂഡ് എനി ഇൻഡിവിജ്വൽ, HUF എന്ന് പറയുമ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ, ദെൻ കമ്പനി, എനി ഫേം, ഇനി AOP എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ദെൻ ലോക്കൽ അതോറിറ്റീസ്,
ഇവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻകം ടാക്സ് പ്രകാരം ഒരു പേഴ്സൺ ആയിട്ട് കണക്കാക്കുന്ന ആൾക്കാർ. അപ്പോൾ പേഴ്സൺ ഇൻക്ലൂഡ് ഇനി ഇൻഡിവിജ്വൽസ്, HUF മീൻസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ദെൻ ലോക്കൽ അതോറിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. എന്താണ് അസസി എന്ന് പറഞ്ഞാൽ, ദെൻ എന്താണ് ഡീംഡ് അസസി, ദെൻ എന്താണ് അസസി ഇൻ ഡിഫോൾട്ട്, ദെൻ വാട്ട് ഈസ് പേഴ്സൺ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് അസസ്മെൻറ്റ് ഇയർ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാട്ട് ഈസ് അസസ്മെൻറ്റ് ഇയർ ആൻഡ് വാട്ട് ഈസ് പ്രീവിയസ് ഇയർ. നമ്മൾ ഇൻകം ടാക്സിൽ ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും ബേസ് ആയിട്ട് ഏറ്റവും അധികമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് എന്താണ് അസസ്മെൻറ്റ് ഇയർ എന്നുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ പീരീഡ് ഓഫ് 12 months commencing 1st April and ending 31st March of next year. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അതിൽ 12 months ഉണ്ടായിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April ആയിരിക്കും. ദെൻ എൻഡ് ചെയ്യുന്നത് 31st March വെറും 31st March 31st March of next year. ദാറ്റ് മീൻസ് ഇത് ഫോർ എക്സാമ്പിൾ പറയുന്നത് 2010 1st April ആണ് എന്നുണ്ടെങ്കിൽ ദെൻ 2011 31st March ആയിരിക്കും അതിൻ്റെ എൻഡിങ് ഡേറ്റ്. നമുക്ക് എന്തായി ഇവിടെ 12 months ആയി. ഓക്കെ, ദെൻ നമ്മുടെ ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന് നമ്മളോട് ചോദിക്കും. സോ ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 1st April 2020 to 31st March 2021. ശ്രദ്ധിക്കുക, നമ്മുടെ ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 1st April 2020 31st March 2021. നമ്മൾ പഠിച്ച അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 months ആണ്. എന്തുണ്ട്? 12 months ഉണ്ട്. ദെൻ കമൻസിങ് 1st April, ദെൻ എൻഡിങ് 31st March ഓഫ് നെക്സ്റ്റ് ഇയർ. 2020 നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2021. ഇതാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ. പിന്നെ അസസ്മെൻറ്റ് ഇയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയറിലുണ്ടാകുന്ന ടാക്സ് പേ ചെയ്യുന്നത് നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിലാണ്. ഞാൻ പ്രീവിയസ് ഇയറും കൂടി പറഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് ക്ലിയർ ആക്കി തരാം. നെക്സ്റ്റ് വൺ ഈസ് പ്രീവിയസ് ഇയർ. അസസ്മെൻറ്റ് ഇയർ പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രീവിയസ് ഇയർ. അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഇൻകം ഏൺ ചെയ്തിട്ടുള്ളത് ഏത് ഇയറിലാണോ ആ ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. സോ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ ടാക്സ് നമ്മൾ നെക്സ്റ്റ് ഇയറിലെ അസസ്മെൻറ്റ് ഇയറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പേ ചെയ്യുന്നുണ്ടായിരിക്കുക. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, അപ്പോൾ കറക്റ്റ് ക്ലിയർ ആവും. നമ്മൾ എക്സാം പറയുകയാണെന്ന് വെച്ചെങ്കിൽ 1st April 2019 ആൻഡ് 31st March 2020 നമ്മുടെ തൊട്ടു മുന്നത്തെ പ്രീവിയസ് ഇയർ, അതായത് തൊട്ടു മുന്നത്തെ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തിരിക്കുന്ന ഇൻകം, അതിൻ്റെ ടാക്സ് നമ്മൾ പേ ചെയ്യുന്നത് 2020 2020 മാർച്ച് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പേ ചെയ്യേണ്ടതായിരിക്കുക. ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എത്രയാണ്? 1st April 2020 to 31st March 2021. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ടുപുറകിലുള്ള ഇയറിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുക. ആ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിൻ്റെ ടാക്സ് നമ്മൾ പേ ചെയ്യുന്നത് നെക്സ്റ്റ് തൊട്ടടുത്ത ഇയറിലെ അസസ്മെൻറ്റ് ഇയറിലായിരിക്കും. ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം.
1st April 2019 ആൻഡ് 31st March 2020 ഏൺ ചെയ്തിരിക്കുന്ന ഇൻകത്തിൻ്റെ ടാക്സ് നമ്മൾ പേ ചെയ്യണത് നെക്സ്റ്റ് ഇയറിലായിരിക്കും. ആ ഇയർ ആയിരിക്കും ആ വർഷത്തെ അസസ്മെൻറ്റ് ഇയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറയാം ഈ വർഷം, അതായത് 1st April 2022 31st March 2021 ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ ടാക്സ് നമ്മൾ ഏത് കൊല്ലമായിരിക്കും പേ ചെയ്യുന്നുണ്ടാവുക? ഒരുവിധ ആൾക്കാർക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറയാം എന്നായിരിക്കും. ഫസ്റ്റ് April 2021 to 31st March 2022 എന്നുള്ള അസസ്മെൻറ്റ് ഇയറിലായിരിക്കും നമ്മുടെ ഈ കൊല്ലം നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ടാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? പേ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. പ്രീവിയസ് ഇയറും അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ, അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പീരീഡ് ഓഫ് 12 month ആണ്. സ്റ്റാർട്ടിങ് കമൻസിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1st April മുതൽ ദെൻ എൻഡിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 31st March നെക്സ്റ്റ് ഇയർ ആയിരിക്കും. അതാണ് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ. ദെൻ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ഏൺ ചെയ്തിരിക്കുന്ന ഇയർ ആയിരിക്കും. ആ ഇൻകം ഏൺ ചെയ്തിരിക്കുന്ന ആ ഇൻകത്തിൻ്റെ ടാക്സ് നമ്മൾ പേ ചെയ്യുന്നത് തൊട്ടടുത്ത അസസ്മെൻറ്റ് ഇയറിലായിരിക്കും നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. സോ നമ്മുടെ ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 1st April 2022 31st March 2021 ആണ്. സോ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1st April 2019 to 31st March 2020 ആണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 3 ടേമുകൾ 5 ടേമുകൾ നമ്മൾ പഠിച്ചു. അസസി, ഡീംഡ് അസസി, അസസി ഇൻ ഡിഫോൾട്ട്, പേഴ്സൺ, അസസ്മെൻറ്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻകം ടാക്സിനെ പറ്റിയാണ്. പ്രധാനമായിട്ടും ഒരു 5 ഒബ്ജക്റ്റീവാണ് ഇൻകം ടാക്സിനുള്ളത്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ജനറേഷൻ ഓഫ് റവന്യൂ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാണ്? റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസണും കമ്പൽസറി ആയിട്ട് പേ ചെയ്യുന്ന എമൗണ്ട് ഓഫ് മണീനെയാണ് എന്തെന്ന് പറയുന്നത്? ടാക്സ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻകം ടാക്സ് ആർ ജനറേഷൻ ഓഫ് റവന്യൂ ടു ദി ഗവൺമെന്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മണി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഫ്യൂ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഒരിക്കലും ഡെവലപ്ഡ് അല്ല. കുറേ കാലമായിട്ട് നമ്മുടെ രാജ്യം ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഡെവലപ്ഡിലേക്ക് എത്താത്തത്? കുറേ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പാവപ്പെട്ടവർ എപ്പോഴും പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ റിച്ചസ്റ്റ് പേഴ്സൺസ് എപ്പോഴും റിച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടുവരുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഒരു ഡെവലപ്ഡ് കൺട്രി എന്നുള്ളതിലേക്ക് നമുക്ക് ചാടാൻ പറ്റാത്തത്. ദെൻ നമുക്ക് സേവിങ് ഹാബിറ്റാണ് കൂടുതൽ. ദെൻ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് വളരെയധികം കുറവാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമേരിക്കയൊക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. കാരണം അവിടെ സ്പെൻഡിങ് ഹാബിറ്റ് കൂടുതലാണ്. അവരിങ്ങനെ എമൗണ്ട് കൂട്ടി വെക്കണ ക്യാരക്ടറൊന്നും അവർക്കില്ല. സോ അതുകൊണ്ടാണ്. സോ അവിടെ അങ്ങനെ ആ ഒരു ഗ്യാപ്പ് വളരെ റിച്ചസ്റ്റും പാവപ്പെട്ടവരും തമ്മിലുള്ള ആ ഗ്യാപ്പ് വളരെ കുറവാണ് അമേരിക്കയിൽ. പക്ഷേ ഇന്ത്യയിൽ അത് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇൻകം ടാക്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയണത്? കുറച്ച് ആൾക്കാരെ കയ്യിൽ എമൗണ്ട് കുന്നുകൂടിയിരിക്കുന്നത് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ടാക്സ് റേറ്റുകൾ ഇൻകത്തിനനുസരിച്ചിട്ടാണ് ഇൻകം ടാക്സിൻ്റെ റേറ്റുകൾ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് പഠിക്കും. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ കയ്യിൽ എമൗണ്ട് കുന്നുകൂടി ഇരിക്കുന്നത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് സാധിക്കുന്നുണ്ട്? ഇൻകം ടാക്സ് വഴി സാധിക്കുന്നുണ്ട്. സോ ഇൻകം ടാക്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മണി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഫ്യൂ. അതായത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം എമൗണ്ടുകൾ ഇരിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യണം എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവാണ് ഇൻകം ടാക്സിൻ്റെ. The next one is increase the habit of saving and productive investment. ഇൻകം ടാക്സ് വഴി ഇൻകം ടാക്സ് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ആൾക്കാർ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിലേക്കൊക്കെ മാക്സിമം അവരെത്തിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഇൻകം ടാക്സിൻ്റെ ഞാൻ പറഞ്ഞു ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അതായത് കൂട്ടി കയ്യിൽ വെക്കുന്നതിനായിട്ടും കൂടുതൽ നമ്മുടെ എമൗണ്ടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ നമ്മൾ ആ എമൗണ്ട് ഇറക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിക്ക് പെട്ടെന്ന് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. സോ അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് ഇൻക്രീസ് ദ ഹാബിറ്റ് ഓഫ് സേവിങ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് സ്പീഡി എക്കണോമിക് ഡെവലപ്മെൻറ്റ്.
പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇൻകം ടാക്സിൻ്റെ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. ദ നെക്സ്റ്റ് വൺ, ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ടാക്സ് അതോറിറ്റിയിലൊക്കെ കൂടുതൽ നമ്പർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എന്താണ്, നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. So these are the very important objectives of income tax. First one is generation of revenue and prevention of concentration of money in the hands of few, and increase the habit of saving and productive investment and speedy economic development. The last one is generation of employment opportunity. Then generation of revenue to government. To government. So these are the very important objectives of income tax. അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.